ഭാവിയിൽ വരാൻ പോകുന്ന രക്ഷയുടെ അടയാളം. ഇതാണ് ആദ്യത്തെ വായന നമ്മൾ കേട്ടത്. അപ്പം നമ്മെ സംബന്ധിച്ച് കുരിശ് എന്ന് പറയുമ്പം രക്ഷയുടെ അടയാളമാണ്. രണ്ടാമത്തെ വായന കേൾക്കുന്ന സക്കറിയ പ്രവാചകനാണ്. ഇന്ന് പ്രസക്തമായ വചനഭാഗം നിങ്ങൾ കേട്ടു. എൻ്റെ ജനത്തെ ഞാൻ വിളിച്ചു കൂട്ടും, അവരെ ഞാൻ ചിതറിച്ചു, പക്ഷെ ചിതറിച്ചതുപോലെ തന്നെ ഞാൻ അവരെ വിളിച്ചു കൂട്ടും, അവരെ നല്ല സുഖമായി ജീവിക്കും, എല്ലാ മലകളിൽ നിന്നും എല്ലാ കുന്നും ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എബ്രഹാമിൽ പുറപ്പെട്ടു വരുന്ന ഫിസിക്കൽ ഡിസെൻഡൻസായ ഒരു ചെറിയ വിഭാഗത്തിന് ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. ആ ഒന്നിച്ചു കൂട്ടുക മാത്രമല്ല അവർ പറയുന്നത്, കൃത്യമായിട്ട് ലെബനോൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവിടെ വിസ്തൃതമാക്കും, എൻ്റെ ജനത്തെ ഞാൻ കൈവിടുകയില്ല, ചിതറപ്പെട്ടവനെ ഒന്നിച്ചു കൂട്ടും എന്ന് പറയുന്ന സുന്ദരമായ തിരുവചന ഭാഗം സക്കറിയ പ്രവാചകന്റെ ഭാഗവാസ്തവത്തിൽ ഇന്ന് ഏറെ അന്വർത്ഥമാണ്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്രായേൽക്കാരുടെ ഉള്ളിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗ്രേറ്റർ ഇസ്രായേൽ അവരിപ്പോൾ കാണിക്കുന്ന ജീവിക്കുന്ന നാട്ടിൽ അവർ കടന്നു 1947 വന്നതിന് ശേഷം അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട്, നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും വളരെ കൃത്യമായ പ്രതിജ്ഞ നമ്മൾ കേൾക്കുന്നുണ്ട്. ചില ആളുകളിൽ നിന്ന് യഹൂദ വിമുക്തമാക്കും അറബി രാജ്യത്തെ, ഞങ്ങൾ യഹൂദ വിമുക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ തീരുമാനത്തോടെ ഉന്മൂലനം ചെയ്യാൻ അണിനിരന്നിരിക്കുന്ന ശക്തികൾ ചുറ്റും കിടപ്പുണ്ട്. പക്ഷെ ഇവര് ലെബനോൻ ഉൾപ്പെടെ ഞങ്ങൾ ഇസ്രായേലിന്റെ വിസ്തൃതി അത് കരസ്ഥമാക്കുന്ന ഉള്ളിന്റെ തീരുമാനത്തിൽ പോകുന്നതോടെ ഭയപ്പെട്ടു നിൽക്കുന്ന, പക്ഷെ ഇവിടെ അവരെ ധൈര്യപ്പെടുത്തുന്ന ആരാ? അതെ, അവരുടെ കയ്യിലിരിക്കുന്ന ആറ്റം ബോംബോ ആയുധങ്ങളോ ഒന്നുമല്ല, അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ കരുത്തിൻ്റെ ഓർമ്മ അവരുടെ ഉള്ളിലുണ്ട്. അവരുടെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ കാവൽക്കാരൻ, ഇസ്രായേലിന്റെ കാവൽക്കാരൻ യഹോവയാണ്. ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല. ഇത് ചുമ്മാ അങ്ങ് പറയുന്നതല്ല. അവരെ മോശയിലും പ്രവാചകന്മാരിലും കൃത്യമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഈ പോക്ക് പോകുന്നത്. സക്കറിയ പ്രവാചകൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് വീട്ടിൽ ചെന്നെടുത്ത് വായിച്ചു നോക്കിയേ, ഇന്നത്തെ പ്രവചന ഭാഗത്ത് വായിച്ചു നോക്കിയേ. അക്ഷരാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെ അന്ന് കർത്താവ് ജനിക്കുന്ന 450 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു വെച്ചത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. വലിയ സാധ്യത. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ്. മൂന്നാമത്തെ വേലയ്ക്ക് അപ്പോസ്തലൻ കുരിശിനെ കുറിച്ച് തന്നെയാണ് പറയും. ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ സംസാരിക്കും. നമുക്ക് എപ്പോഴും ഒരു വലിയ ഭീഷണിയായിട്ട് സൂചനയായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഗലാത്യയിലെ സഭ. ഇതെവിടെയായി ഗലാത്യയിലെ സഭ എന്ന് പറയും? ഗലാത്യയിലെ സഭ എന്ന് പറയുന്നത് തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാരയാണ്. അതുപോലെ തന്നെ എന്തുമാത്രം സഭകൾ അവിടെ ഉണ്ടായിരുന്നതാണ്. എഫേസൂസ് തുർക്കിയിലാണ്. മാതാവിനെ കൊണ്ട് യോഹന്നാൻ പറ്റ ആവശ്യ സ്ഥലമാണ്. കൊളേസൂസ് തുർക്കിയിലാണ്. ആദ്യ സൂര്യദോസ് നടന്ന 325 നിക്കിയ സൂര്യദോസ് നടന്നത് അവിടെ തന്നെയാണ്. കോൺസ്റ്റാന്റിനോപ്പിളാണ് പോയി ഈസ്റ്റാമ്പിൾ അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 1700 അതിൻ്റെ പൂർണ്ണ ഒരു ശതാബ്ദി അനുവദിച്ച് മാർപ്പാപ്പ ഈസ്റ്റാമ്പിളിലെ കോൺസ്റ്റാന്റിനോപ്പിൾ സന്ദർശിക്കാൻ പോകുന്നത് കേൾക്കുന്നത് കൊണ്ടാണ്. അത്രമാത്രം ക്രൈസ്തവമായ ഒരു പ്രദേശമായിരുന്നു ഗലാറ്റിയ, അങ്കാര. ഇപ്പോഴോ ഒരു പൊടി പോലും ഇല്ല, ഒറ്റ ക്രിസ്ത്യാനി അവിടെയില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ സൂചനകൾ ഇന്നത്തെ വായനകളിലുണ്ട്. കാരണം ആദ്യത്തെ തന്നെ ഘട്ടത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെയും വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർ ബലഹീനരായിരുന്നു, കരുത്തില്ലായിരുന്നു. നിങ്ങളുടെ ഭിന്നതയുണ്ട്. ആ ഭിന്നത എന്തിനു വേണ്ടിയാ? നിങ്ങൾ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുക. ഒരു വിഭാഗം അപ്പസ്തോലന്റെ പ്രബോധനത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹം കഠിനമായ വേദനയോടെ പറയുകയാണ്, അത് നിങ്ങളെ മാറ്റി നിർത്തി പ്രചരിപ്പിക്കുന്ന അവർക്ക് ഭൗമിക നേട്ടം കിട്ടാനാണ്. പരിച്ഛേദനം വേണമെന്ന് പറയുന്നത് അവരുടെ കൂടെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിശ്വാസത്തിൽ അകന്നു പോകരുത്. സ്നേഹത്താൽ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് പ്രധാനം. സ്നേഹത്താൽ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് പ്രധാനം. പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസമാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി വിളിച്ചിരിക്കുന്നു. അപ്പോസ്തലന് മുമ്പിൽ വ്യത്യാസമൊന്നുമില്ല. യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമയെന്നോ സ്വന്തം വിശ്വാസമില്ല. ക്രിസ്തുവിൽ ഒന്നായിരിക്കുക എന്നതാണ് പ്രധാനം.
എന്നിട്ട് അദ്ദേഹത്തെ അതിനുവേണ്ടി സഹിച്ച ത്യാഗങ്ങളെ അവിടെ പരാമർശിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നില്ലെങ്കിലും കൊറിന്തോസുകാർക്ക് 2-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എടുത്തങ്ങ് പറയുക. അവർ കർത്താവിന്റെ ദാസന്മാരാണോ? ഞാൻ ഒരു ഉന്മത്തനെ പോലെ പറയുന്നു, അവരെക്കാൾ മെച്ചപ്പെട്ട ദാസനാണ് ഞാൻ. അവരധ്വാനിച്ചെങ്കിൽ അതിനേക്കാൾ കഠിനമായി ഞാൻ അധ്വാനിച്ചു. ഏറെ കാരാഗ്രഹവാസത്തിൽ പെട്ടു. 1 ഉറേ 40 അടി വീതം കൊണ്ടു. 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽ പെട്ടു. 3 പ്രാവശ്യം വടി അടിയേറ്റു എന്ന് പറഞ്ഞാൽ ചുമ്മാ വടികൊണ്ടടിയല്ല, മുൾച്ചാട്ട് കൊണ്ടുള്ള അടിയാണ്. ഞാൻ 3 പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. ചുമ്മാ കല്ലെറിയുന്നതല്ല, മരത്തെ കെട്ടിയിട്ടാണ് കല്ലെറിയ എറിഞ്ഞു എറിയ. എന്നിട്ട് ഏറ്റെല്ലാം സാഹചര്യം എല്ലാ പത്തുകളിലും ഞാൻ കണ്ടമാനം പീഡിപ്പിക്കട്ടോ. സ്വന്തക്കാരിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാർത്ഥിയിൽ നിന്നും ഒക്കെ ഞാൻ അപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും മുഴുവൻ ഞാൻ ഈ സമുദ്രത്തിൽ ഒഴുകി നടന്നു. ഒറ്റപ്പലക അപകടം ഒക്കെ നടന്നിട്ട് എനിക്ക് ഇതിലൊന്നും ദുഃഖമില്ല. എൻ്റെ ഏക ദുഃഖം ഇതാണ്. എന്താണ്? എൻ്റെ കർത്താവിന്റെ സഭയിൽ വിശ്വാസക്ഷയമുണ്ടാകുമ്പോൾ ഞാൻ തളർന്നു പോവുകയാണ്. ആര് ബലഹീനായിരിക്കുന്നതാണ്, ഞാൻ ബലഹീനാകാതിരിക്കുന്നത്. അതാണ് എൻ്റെ വേദന. എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ള അനുഭവപ്പെടുന്നു. അമ്മ എടുത്തു കളഞ്ഞ് മതിയായിരുന്നു എന്ന് പറയൂ. കർത്താവ്, നിനക്ക് എൻ്റെ കൃപ മതി, ആ മുള്ള അവിടെ ഇരുന്നോട്ടെ. ആ മുള്ള എന്താണ്? കുടുംബത്തിൽ ഒറ്റപ്പെട്ട കുടുംബാംഗങ്ങൾ ഭയങ്കരമായ ശത്രുത. അപ്പോസ്തലനെതിരായി നീങ്ങുന്നതിന് മുഴുവൻ സഹനത്തിന്റെ മധ്യത്തിലിട്ട് മുമ്പോട്ട് പോയിട്ട് പറയാണ്, കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഈശോ മിശിഹായുടെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് വിശ്വാസിച്ച കൃപയാണ് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായ സൂചന നൽകി ഈ സഭ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതിനും ഞാൻ പഠിപ്പിച്ചതിനും വിരുദ്ധമായി ഞാൻ തന്നെയോ സ്വർഗത്തിൽ ഒരു മാലാഖയെ വന്ന് പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും പറഞ്ഞത് 6 പറ്റിയതുപോലെ തന്നെ ഗലാത്യയിൽ ഒറ്റ ക്രിസ്ത്യാനിയില്ല. ഞാനിത് എന്തിനാ പറഞ്ഞത്? നമ്മൾ പേടിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ സഭ സജീവമാണ്, പാരമ്പര്യമുണ്ട്, ഒക്കെയുണ്ട്. വിശ്വാസത്തിന്റെ ദൃഢത എന്ന് പറഞ്ഞ് ആന്തരിക ശക്തിയാണ്, എണ്ണമല്ലത്. ആന്തരിക ശക്തിയാണ്, പരിശുദ്ധാത്മ ശക്തിയാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ശിഥിലീകരിക്കപ്പെട്ട ഭിന്നതയുണ്ടാവും. നമ്മുടെ സഭയിൽ അന്ന് നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഭിന്നതയുണ്ടാക്കി ആളെ കൂട്ടി തങ്ങളുടെ ഭൗമിക നേട്ടത്തിന് വേണ്ടി ഭിന്നതയുണ്ടാക്കുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതാണ്. എങ്കിൽ മാത്രമേ സഭ നിലനിൽക്കൂ. അതുകൊണ്ട് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് എന്താണ്? പൈശാചിക ശക്തികൾ ഇതിനെ പ്രബലപ്പെടുകയില്ല, ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും. നാരകീയ ശക്തിയെ പ്രബലപ്പെടുകയെന്ന് പറഞ്ഞിരിക്കുന്നത് സീറോ മലബാർ സഭയോടല്ല, സാർവത്രിക സഭയോടെ പറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തെങ്കിലും സഭയുണ്ടായിരിക്കും. അത് നമ്മളുണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ ഉണ്ടാകണമെങ്കിലോ വിശ്വാസത്തിലെ തീവ്രത വ്യക്തികളിലും കുടുംബങ്ങളിലും ഇടവകളിലും സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞാൽ, എണ്ണത്തിന്റെ വണ്ണം നോക്കാതെ ആത്മാവിന്റെ കരുത്ത് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിലനിൽപ്പുണ്ടാകും. തുടർന്ന് അന്നത്തെ സുവിശേഷം കർത്താവ് നമ്മോട് പറഞ്ഞു, പേടിച്ചു പോകുമെന്ന് പറഞ്ഞ് കേട്ടാൽ എന്തോ ഞാൻ വന്നിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കാനല്ല, വാളുണ്ടാക്കാനാണ്. വാളും കണ്ടാവും കേൾക്കുമ്പോൾ തോന്നുന്നത് എന്തൊരു കർത്താവായി പറഞ്ഞു പിടിപ്പിക്കുന്നത്. അവൻ നമ്മളെ സമാധാനമാണ് എന്നാണ് അവൻ പഠിച്ചിരിക്കും. അപ്പോൾ ഏശയ്യാ പ്രവാചകൻ പറഞ്ഞു, ശിശു ജനിച്ചിരിക്കുന്നു, അവനാണ് നമ്മുടെ സമാധാനം, അവൻ സമാധാനത്തിൻ്റെ രാജാവ്. പക്ഷേ ഇപ്പോൾ ഈശോ പറയുന്നത് എന്നാ? സമാധാനം ഉണ്ടാക്കാനല്ല, വാളുണ്ടാക്കാൻ പറഞ്ഞ് കേട്ടാട്ടുണ്ട്. എൻ്റെ പേടിച്ചു. എന്നാ അതെന്താ വാള്? ധാർമ്മികതയ്ക്കെതിരായിട്ട് അധാർമികത ഭിന്നതയുണ്ടാക്കും, വിശ്വാസത്തിനെതിരായി അവിശ്വാസത്തിലെ ഭിന്നതയുണ്ടാക്കും, ഒരു കുടുംബത്തിനായി ഭിന്നതയുണ്ടാകും. അതുകൊണ്ടാ പറഞ്ഞത്, അപ്പനെതിരായിട്ട് മക്കൾ, മകൾ അമ്മയ്ക്കെതിരായിട്ട്, മരുമകൾ അമ്മായിമ്മയ്ക്കെതിരായിട്ട് ഭിന്നതയുണ്ടാക്കുമെന്ന് പറഞ്ഞത് വിശ്വാസത്തിന്റെ പേരിൽ അന്ന് നടന്ന കാര്യം തന്നെയാണ് കർത്താവിന് ശേഷം. അപ്പൊ അതുകൊണ്ടാണ് വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്നത്. ആ വാളിനെ ഏത് വാള? എഫേസ്യർക്കെതിരെ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ എടുത്തു പറയുന്നൊരു വാളുണ്ട്. അത് എന്ത് വാളാ? നിങ്ങൾ എന്ത് വേണം? സത്യക്കൊണ്ട് അരമുറുക്കണം, നീതിയാകുന്ന പരിചയ കയ്യിലുണ്ടായിരിക്കണം, രക്ഷയുടെ പടത്തൊപ്പ് ധരിച്ചിരിക്കണം, സുവിശേഷ പ്രഘോഷണത്തിന്റെ പാപരക്ഷ അണിഞ്ഞിരിക്കണം, അതോടൊപ്പം തന്നെ ദൈവവചനമാണ് വാൾ കയ്യിലെടുത്തിരിക്കണം. തിന്മയുടെ ശക്തി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക രാഷ്ട്രങ്ങളായ തിന്മ, നമുക്ക് സഭയാണ് ഇസ്രായേൽ. സഭയാണ് ഇസ്രായേലിന്റെ ശക്തി. ശത്രുത എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളൊന്നുമല്ല, മതവിഭാഗങ്ങളുമല്ല, വിശ്വാസ വിരുദ്ധമായ കാര്യങ്ങളാണ്. സത്താം സേവ പോലെയുള്ള
ആന്തരിക ഭിന്നതകളുണ്ടാക്കുന്ന മറ്റൊരുപാട് സംഗതികൾ, നിരീശ്വരത്വം, അതുപോലെയുള്ള അധാർമികതയും ഈരാന ഭിന്നതയുണ്ടാക്കുന്നത്. അവിടാണ് കർത്താവ് പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് വാൾ കൊണ്ട് വന്നിരിക്കാം ഭിന്നതയുണ്ടാക്കാനായി. അതുകൊണ്ട് സുന്ദരമായിട്ടും കർത്താവിനോട് പറയാൻ സാധിക്കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ വചനമാകുന്ന വാൾ കടന്നു വരട്ടെ. അതെന്തിനാണ് ആ വാള്? അത് ഹൃദയത്തെയും മജ്ജയും മാംസയും, അത് ഇരുതല വാളാണ്, ഇരുതല വാളാണ്. ഈ വാള് ഹൃദയത്തെയും മജ്ജയും മാംസത്തെയും വിഭജിച്ചുകൊണ്ട് ഹൃദയ വിചാരങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിലയിരുത്തുന്ന വാളാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ശ്രദ്ധ പതിട്ട് നമ്മൾ തിരുവചന ഭാഗങ്ങളുടെ ചിന്തകൾ സമാപിപ്പിക്കുക. ഒരിക്കൽ കൂടി മനസ്സിലേക്ക് തിരിച്ചു വരട്ടെ. എന്താണ് കർത്താവിൻ്റെ കുരിശ്? രക്ഷയുടെ അടയാളമാണ്. സഭ ആരംഭം തൊട്ട് തന്നെ പ്രഘോഷിക്കുന്ന സംഗതിയാണ്. കർത്താവിൻ്റെ കുരിശെന്ന് പറയുമ്പോൾ ആദ്യം ഭയങ്കര ഉറപ്പായി. അവിടെ പൗലോസ് പറഞ്ഞത് യഹൂദന് നേർച്ചയും റോമാക്കാർക്ക് പോഷത്വവുമായ കുരിശിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കാൽവരിയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട വധിക്കപ്പെട്ടവൻ രക്ഷകനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് കുരിശ് കൃഷി എന്ന് പറയുന്നുകൊണ്ട് അതിനെ പരിഹസിക്കുന്നവരെ ഞങ്ങൾക്ക് നിങ്ങൾ ഒന്നും പറയാനുള്ള ഇതാണ്, ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അപ്പസ്തോലനെ എടുത്ത് വ്യക്തമായി പ്രവചനങ്ങളെ എടുത്തു പറഞ്ഞു. കൊല്ലാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ കൊലക്കളത്തിൽ അവൻ കൊണ്ടുപോകപ്പെട്ടു. അവനൊന്നും ഉരിയാടിയില്ല. നമ്മുടെ രോഗങ്ങളാണ് വഹിച്ചത്, നമ്മുടെ പാപങ്ങളാണ് ചുമന്നത്. അവന്റെ മേലുള്ള ശിക്ഷ, ആ കുരിശ് നമുക്ക് രക്ഷ നൽകി. മകനെ, നീ കുരിശിലേക്ക് തിരിഞ്ഞാൽ നിന്റെ ഹൃദയത്തിലേക്ക് രക്ഷ കടന്നു വരുന്നു എന്ന കാര്യം ഓർത്തുകൊണ്ട് ഇന്ന് കർത്താവ് പറഞ്ഞു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രവാചകനെ സ്വീകരിക്കുന്നവൻ പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. നീതിമാനെ സ്വീകരിക്കുന്നവൻ നീതിമാന്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സുവിശേഷം സമാപിപ്പിക്കണം. കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ത്രസിക്കട്ടെ. കർത്താവേ, നീ പറയുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് മനസ്സിലായി. നീ പറയുന്ന വചനവും ആ വാളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഭിന്നതയും മനസ്സിലാക്കി. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇന്ന് അധ്വാനിക്കേണ്ടത് ഒരുമയ്ക്ക് വേണ്ടിയിട്ടാണ്, കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭിന്നതയ്ക്ക് വേണ്ടിയിട്ടില്ല. ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൽ ശക്തി ആർജിച്ച് നിൽക്കാൻ വേണ്ടി ഈ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന അവബോധത്തോടുകൂടി ഈ വചനഭാഗം ഉൾച്ചേർത്തുകൊണ്ട് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളെ തുടർന്നുള്ള ഞായറാഴ്ച നമുക്ക് ആചരിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളും ക്ലേശങ്ങളും ഇതെന്താണിത്, ഇങ്ങനെ എന്തൊരു കുരിശാണ് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഈ കുരിശിലൂടെയാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്. അതിലൂടെയാണ് എന്നെ യോർദാൻ നടത്തി കൊണ്ടുപോകുന്നത്. ഇതിലൂടെയാണ് സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കുന്നത്. ഇവിടെ ഞാൻ തനിച്ചല്ല, ഈ കുരിശ് വഹിച്ചവൻ കൂടെയുണ്ട്. ഞാൻ പേടിക്കേണ്ടതില്ല, അവൻ്റെ കരങ്ങളിലാണ് ഞാൻ. നിങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത പ്രലോഭനങ്ങളും പരീക്ഷകളും തരികയില്ല എന്ന് അപ്പസ്തോലൻ വ്യക്തമായിട്ട് നൽകി. നിങ്ങൾക്ക് കുരിശ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചുമക്കാനുള്ള കരുത്തും ശക്തിയും കൃപയും കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടത്. നിന്നിൽ ഞങ്ങൾ ആശ്വസിക്കുന്നു, നിങ്ങൾ ഞങ്ങൾ ധൈര്യപ്പെടുന്നു, നിന്നിലാണ് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. എന്ത് കുരിശ് വന്നാലും ശരി, നിൻ്റെ കൂടെ അത് ഏറ്റെടുക്കാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നേക്കാൾ അധികമായി അപ്പനെ അമ്മയെ സ്നേഹിക്കുന്നു എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികമായി മക്കളെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ സ്നേഹിക്കേണ്ടതല്ല അർത്ഥം. സ്നേഹിക്കേണ്ടത് എന്നിലൂടെയാണ്. അപ്പനെ അമ്മയെ സ്നേഹിക്കേണ്ടത് ഈശോയിലൂടെയാണ്. മകനെ സ്നേഹിക്കേണ്ടത് ഈശോയിലൂടെയാണ്. ഈശോയുടെ അല്ലാ സ്നേഹിച്ചാൽ നഷ്ടപ്പെട്ടു പോകും. ജീവിതം അന്വേഷിക്കാൻ നഷ്ടപ്പെടുത്തും. ജീവിതം എന്നെപ്പോഴും നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എത്ര ശക്തമായ വചനങ്ങളാണ് ഇതൊക്കെ. ഇത് സത്യമല്ലേ? നാം സ്നേഹിക്കേണ്ടത് ഈശോയിലൂടെ സ്നേഹിക്കണം. എന്റെ മകനെ ഞാൻ കാണേണ്ടത് ഈശോയുടെ കാണണം, അപ്പനെ കാണേണ്ടത് ഈശോയുടെ കാണണം. അപ്പോ ഈശോ ആ സംരക്ഷണം പ്രദാനം ചെയ്യും. ഈശോ ഇല്ലാതെ ഞാൻ സ്നേഹിക്കാൻ പോയാൽ എൻ്റെ സ്നേഹം വെറും പരിമിതവും വളരെ ദുർബലവും അത് തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതുമായിരിക്കും, തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്ന എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികമായി മക്കളെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന സത്യം അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. എൻ്റെ കർത്താവിലൂടെ എൻ്റെ അപ്പനെ അമ്മയെ സ്നേഹിക്കും, എൻ്റെ കർത്താവിലൂടെ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കും, എൻ്റെ കർത്താവിൽ ഞാൻ അഭയം പ്രാപിക്കും. അവിടെ ഞാൻ ജീവൻ പ്രാപിക്കും, ശക്തി പ്രാപിക്കും, ഉന്മേഷം പ്രാപിക്കും. ജീവിച്ചാലും മരിച്ചാലും കർത്താവിൻ്റെ കൂടെയായിരിക്കും.